നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോത്തങ്കോട് ഭിന്നശേഷിക്കാരിയായ വയോധികയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ അരങ്ങേറിയത് നാടകീയമായ രംഗങ്ങൾ. കടുത്ത ജനരോക്ഷമാണ് തെളിവെടുപ്പിനായി പ്രതിയെ എത്തിച്ചപ്പോൾ അരങ്ങേറിയത്. എടാ നശിച്ചവനെ, നീ മുടിഞ്ഞു പോകുമെടാ, നീ നരകിച്ച് ചാകും എന്നതടക്കമുള്ള ശാപവാക്കുകൾ പ്രതിക്ക് നേരെ നാട്ടുകാർ ചൊരിഞ്ഞു. പ്രതിയെ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവുമായി പുരുഷന്മാർ രംഗത്ത് വന്നു. ചില സ്ത്രീകൾ പൊട്ടിക്കരഞ്ഞു. ഇത്തരത്തിൽ നാടകീയമായ വൈകാരികമായ രംഗങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ചൂലുമായി വീട്ടമ്മമാർ പ്രതിക്ക് നേരെ പാഞ്ഞെടുത്തു, വടിയെടുത്ത് തല്ലാൻ ശ്രമിക്കുന്ന പുരുഷന്മാർ. ഈ കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനിടെ അവിടെ കണ്ടത്. നാടകീയമായ രംഗങ്ങളായിരുന്നു അരങ്ങേറിയത്. പോത്തങ്കോട് കൊല്ലപ്പെട്ട ഭിന്നശേഷിക്കാരിയായ വയോധിക ബലാത്സംഗത്തിനിരയായി എന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവേറ്റ പാടുകൾ കണ്ടെത്തിയിരുന്നു. തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. പോക്സോ കേസ് പ്രതി തൗഫീഖ് മോഷണത്തിന് വേണ്ടിയാണ് കൊല നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. പ്രതിയിൽ നിന്നും വയോധികയുടെ നഷ്ടപ്പെട്ട കമ്മൽ കണ്ടെത്തി. പോത്തങ്കോട് കൊയ്ത്തൂർ കോണത്ത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 68-കാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് തൗഫീഖിനെ പോലീസ് പിടികൂടിയത്. ഇയാൾ ഷർട്ടിടാതെ നിന്നത് വയോധിക ചോദ്യം ചെയ്തു. ഇതേ ചൊല്ലിയുള്ള തർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നു. ദിവസവും രാവിലെ പൂജയ്ക്കായി പൂക്കൾ പറിക്കാൻ പോകുന്ന ശീലം വയോധികയ്ക്കുണ്ടായിരുന്നു. പൂക്കൾ പറിച്ച് മടങ്ങവെയാണ് കൊലപാതകമെന്നാണ് നിഗമനം. മുഖത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു. ബ്ലൗസ് കീറിയ നിലയിലായിരുന്നു. ഉടുത്തിരുന്ന ലുങ്കി ഉപയോഗിച്ച് മൃതദേഹം മൂടിയിരുന്നു. കമ്മലുകളും നഷ്ടമായിരുന്നു. സമീപത്ത് നിന്ന് കിട്ടിയ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പോത്തങ്കോട് സ്വദേശിയായ തൗഫീഖിലേക്ക് സംശയം നീണ്ടത്. മേൽവസ്ത്രമില്ലാത്ത ഇയാളുടെ ദൃശ്യങ്ങളാണ് CCTVയിൽ നിന്ന് പോലീസിന് കിട്ടിയത്. ഇതോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ പക്കൽ നിന്ന് വയോധികയുടെ കമ്മൽ പോലീസ് കണ്ടെത്തി. ഇയാൾക്കെതിരെ പോക്സോ കവർച്ച കേസുകളുണ്ട് എന്ന് പോലീസ് അറിയിച്ചു. തിരുവനന്തപുരം രാജാജി നഗറിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കുമായാണ് തൗഫീഖ് കൊയ്തൂർ കോണത്ത് എത്തിയത്. കൊലയ്ക്ക് പിന്നിലെ ഉദ്ദേശമടക്കം മനസ്സിലാക്കാൻ പോലീസ് വിശദമായി തൗഫീഖിനെ ചോദ്യം ചെയ്തു. വയോധിക താമസിച്ചിരുന്നത് ബന്ധുക്കളുടെ വീടുകൾക്ക് സമീപത്തായിരുന്നു. അടുത്തടുത്ത വീടുകൾ ഉള്ള പ്രദേശത്തെ കൊലപാതകത്തിന്റെ അമ്പരപ്പിലാണ് നാട്ടുകാർ. എന്നാൽ ഈ സംഭവത്തിൽ ഒരു പ്രാഥമിക നിഗമനം എന്നത് മോഷണ ശ്രമത്തിനിടെ കൊലപാതകം നടന്നുവെന്നായിരുന്നു. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇവർ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്ന വിവരം കൂടി മനസ്സിലായത്. എന്തായാലും പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നിരുന്നു. തെളിവെടുപ്പിനിടെ ഇത്തരത്തിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.